മലയാളം ബിഗ് ബോസ് സീസൺ 7 പുതിയ അപ്ഡേഷൻ നോക്കാം. വൈൽഡ് കാർഡ് എത്തിയതിൽ പിന്നെ കുറച്ച് ഫോം ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഷാനവാസ്. ഷാനവാസിൻ്റെ എനർജിയൊക്കെ കുറച്ച് കൂടി. ഇന്ന് രാവിലെയും ഷാനവാസ് നല്ല ഫോമിലാണ്. അതുകൊണ്ട് പലരോടും തട്ടിക്കയറുന്നുണ്ടായിരുന്നു. നമ്മുടെ ലക്ഷ്മിയായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്, അനുമോളായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്, റേന ഫാത്തിമയായിട്ടും വഴക്കുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ റേനയായിട്ടുള്ള ആ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു നമ്മുടെ ഷാനവാസ് കിച്ചണിൽ. റേനയ്ക്ക് കൊടുത്ത ഡ്യൂട്ടി ചെയ്യാത്തത് കൊണ്ട് തന്നെ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഷാനവാസ് ഷൗട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ റേനയോട്. പറഞ്ഞാൽ കേൾക്കില്ല, ഒരു കാര്യം കൊടുത്താൽ അത് ചെയ്യില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് നമ്മുടെ അനീഷ് വരുന്നുണ്ട്. എന്നിട്ട് അനീഷ് ഷാനവാസിനോട് പറയുന്നത്, ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിർത്തണം, വീണ്ടും വീണ്ടും പറയണ്ട, എന്തിനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് എന്നൊക്കെ സൗമ്യമായ രീതിയിൽ അനീഷ് നമ്മുടെ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഷാനവാസ് ഓൾറെഡി ഫയറിൽ നിൽക്കുകയാണ്. നീ അധികം കുണയ്ക്കാനൊന്നും വരണ്ട, നീ പറഞ്ഞാൽ നിർത്താറുണ്ടോ? ഒരു കാര്യം 1000 തവണ പറയില്ലേടാ നീ എപ്പോഴെങ്കിലും പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്യാതിരുന്നിട്ടുണ്ടോ? നീ അതുകൊണ്ട് എന്നോടൊന്നും പറയാൻ വരണ്ടെന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് തിരിച്ച് അനീഷിനോട് ചൂടാവുകയാണ്. നല്ല ബെസ്റ്റ് ആളാണ് ഉപദേശിക്കാൻ ചെന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ സീസൺ 7 ഒരു കാര്യം തന്നെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് പറയുന്നൊരു വ്യക്തി അനീഷ് തന്നെയാണ്. പറയുന്ന കാര്യം 10,000 തവണ വേണമെങ്കിലും അനീഷ് അവിടെ നിന്ന് പറയും. ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ പറയാൻ പറഞ്ഞാലും അനീഷ് പറയും. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഷാനവാസിനെ ഉപദേശിക്കാൻ വേണ്ടി ചെന്നിരിക്കുന്നത്. അതും നല്ല ബെസ്റ്റ് ആളുടെ അടുത്താണ് ഉപദേശിക്കാൻ വേണ്ടി ചെന്നത്. ഷാനവാസ് എടുത്തിട്ട് കൊടയുന്നുണ്ട്. അങ്ങനെ രാവിലെ തന്നെ കിച്ചൺ ഏരിയയിൽ വെച്ച് അനീഷും ഷാനവാസും കൂടി കൊമ്പ് കോർക്കുകയാണ്. എപ്പോഴും ഷാനവാസിനെ അനീഷ് ടാർഗറ്റ് ചെയ്യാറുണ്ട്. പല കാര്യങ്ങളിലും അനീഷ് ഷാനവാസിനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറയാറുണ്ട്. അലവലാതിന്നോ അല്ലെങ്കിൽ നിന്റെ തല വെട്ടി ഞാൻ തളികയിൽ വെക്കും, അങ്ങനെ പല രീതിയിൽ അനീഷ് ഷാനവാസ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിൽ കയറി പിടിക്കാറുണ്ട്. അതുപോലെ കയറി പിടിക്കാൻ വേണ്ടി വന്നൊരു കേസാണ് രാവിലത്തെ ഈ ഒരു ഇഷ്യൂ. പക്ഷേ ഷാനവാസ് ഓൾറെഡി ഫയറിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അനീഷിന് വലുതായിട്ടൊന്നും പറയാൻ വേണ്ടി പറ്റിയില്ല. ഷാനവാസ് അതിനു മുമ്പ് തന്നെ നമ്മുടെ അനീഷിനെ പിടിച്ച് അലക്കുന്നുണ്ട്. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായി വീണ്ടും വരാം.